عليكم ورحمة الله. الحمد لله الذي هدانا إلى الإسلام وهو الذي أنعم علينا بهذه الهداية، والصلاة والسلام على القائل من قال لا إله إلا الله دخل الجنة. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. ബഹുമാന്യരായ കേരള മധ്യസം മണ്ഡലം സാരഥികളെ, നേതാക്കളെ, വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ISM നാദാപുരം മണ്ഡലം യൂത്ത് അലൈവ് പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് ഭാരവാഹികൾ, പ്രതിനിധികൾ, പ്രിയ നിറഞ്ഞ സംഘടനാ സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, സംഘടനാതലത്തിൽ ചടുലമായ പ്രവർത്തന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കേരളത്തിലെ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം ഇത്തിഹാദ് ശുബാനി മുജാഹിദീൻ സംഘടനാ ആത്മീയ ദഅ്വാ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും യൂത്ത് അലൈവ് എന്ന പേരിൽ മണ്ഡലതല സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ മാർഗത്തിൽ അണിനിരക്കാൻ ശാരീരികമായും മാനസികമായും ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ സമയമാണ് യൗവനം എന്ന് പറയുന്നത്. യുവാവായിരിക്കെ തന്നെ തന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ടാക്കി തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നാടിനോടുള്ള കടപ്പാടുകൾ തന്റെ ജീവിതത്തിലൂടെ പ്രബോധന പ്രവർത്തനങ്ങളായി തന്നെ സംസ്കരണം ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിൽ അല്ലാഹുവുമായിട്ടുള്ള ബന്ധത്തെ പുതുക്കുകയും ആ ബന്ധത്തിന്റെ ഊഷ്മളത പ്രബോധിത സമൂഹത്തിലേക്ക് പ്രബോധനമായിക്കൊണ്ടും ജീവിതത്തെ തന്നെ പ്രബോധനത്തിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു തൗഫീഖ് ലഭിക്കപ്പെടുന്ന സംഗതിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അനുസരിച്ച് നിങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങളിലെ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഖിയാറുക്കും, നിങ്ങളിലെ ഉത്തമം ആരെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോഴാണോ പരലോകത്തെയും പടച്ചറപ്പിനെയും ഓർമ്മ വരുന്നത് എങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ. അവ MSM ആയിരുന്നാലും ISM ആയിരുന്നാലും നമ്മുടെ മീറ്റിംഗിലും ഒരു സംഘടനയിലും അതേപോലെ നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലും ഈ പ്രായത്തിലുള്ള നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും പ്രഥമമായി നമുക്ക് ഓർമ്മ വരുന്നത് പരസ്പരത്തിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചുമുള്ള ഒരു കൂട്ടായ്മയാണ് എന്നൊരു ബോധം. അതുകൊണ്ട് ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന ഏറ്റവും നല്ല സൗഹൃദമാണ് ISM പ്രായത്തിലൂടെ സംഘടനാ തലത്തിൽ ഒരുമിച്ചിരിക്കുവാനുള്ള അവസരം എന്ന് പറയുന്നത്. ഈ ഒരു അവസരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എത്തിച്ചതുകൊണ്ട്
ആത്മീയമായും ഭൗതികമായും ഒരുപാട് ഐറും ബറക്കത്തും നന്മയും അനുഗ്രഹങ്ങളും ഇരു ലോകത്തേക്കും ബോണസായി അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു സംഘവലയത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതിന്റെ പേരിൽ ജീവിതത്തിന്റെ മിനിമം ധാരയിൽ നിന്ന് വ്യതിചലിച്ചു പോയ എത്രയോ ചെറുപ്പക്കാരെ ടീനേജ് പ്രായത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. എന്റെ നാട് തിരൂരാണ്. തിരൂര് ടൗണിൽ നിന്ന് ഏകദേശം 10-15 കിലോമീറ്റർ അപ്പുറം വെട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലം, ഒരു മുൻ നവോത്ഥാന നായകനായിരുന്ന വെട്ടം അബ്ദുള്ള ഹാജിയുടെ നാടാണ്. ഇതിപ്പോ കൊടുങ്ങല്ലൂർ എറിയാട് ഐക്യവിലാസം നഗരിൽ നമ്മുടെ മാതൃസംഘടനയുടെ നേതൃത്വത്തിൽ ഐക്യസംഘത്തിന്റെ 100ാം വാർഷിക പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത പ്രബന്ധാവതരണത്തിലൂടെ ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടവും ചരിത്രത്തിൽ നിന്ന് നവോത്ഥാനത്തിന്റെ പുതിയ ആവർത്തനവും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ ദൗത്യം സംസാരമായും ആലോചനകളായും പ്രബന്ധമായും അവതരിപ്പിക്കപ്പെടുകയാണ്. ഞാൻ പറയുന്നത് നവോത്ഥാനത്തിന്റെ ഇന്നലകളിൽ പേര് രേഖപ്പെടുത്തപ്പെട്ട വെട്ടം അബ്ദുള്ള ഹാജി, അദ്ദേഹത്തിന്റെ നാട്ടിൽ BRC എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്, വെട്ടം റീഹാബിലിറ്റേഷൻ സെന്റർ. വെട്ടം റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി പലരും തന്നെ വിളിക്കാറ്. നമ്മുടെ ഈ ജീവകാരുണ്യ പാലിയേറ്റീവ് അതേപോലെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പല സ്ഥലത്തു നിന്നും തങ്ങളുടെ സഹോദരനെ അതല്ലെങ്കിൽ തങ്ങളുടെ മകനെ ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ളത് രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെ ഒരു അഡ്മിഷൻ, ഒരു എൻട്രി വാങ്ങിത്തരാൻ കഴിയുമോ, അതല്ലെങ്കിൽ അങ്ങോട്ടുള്ള റൂട്ട് എന്താണ് എന്നൊക്കെ ചോദിക്കാറ്. അവിടെ നിങ്ങൾ ചെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള തന്റെ ആയുസ്സും ആരോഗ്യവും ആലോചനയും അത്രയും കാലം തന്നെ പോറ്റി വളർത്തിയിട്ടുള്ള പ്രായം ചെന്ന മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട പ്രായത്തിൽ വൈറ്റ് ബനിയൻ, ഇന്നർ ബനിയൻ ധരിച്ചുകൊണ്ട് ഒരു തുണിയുമെടുത്ത് അഡിക്ഷൻ ക്യാമ്പിലെ ഒബീഡിയന്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരായി കൗമാരപ്രായക്കാരായിട്ട് ഒരു സംഘം ആളുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഗേറ്റിന്റെ ഇപ്പുറത്ത് നിന്ന് നമ്മൾ പള്ളിയിൽ നോക്കുമ്പോൾ വിസിറ്റേഴ്സ് നമസ്കരിക്കാൻ സ്പേസ് ഉണ്ട്. അതല്ലാത്ത ആളുകൾക്ക് അവിടെ അഡിക്ഷൻ ക്യാമ്പിൽ ചികിത്സക്ക് വിധേയമാകുന്നവർക്ക് അവർക്ക് നമസ്കരിക്കാൻ പള്ളിയുടെ ഉൾവശവുമുണ്ട്. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, അവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. നമുക്ക് ചില്ലിലൂടെ നമുക്ക് അവരെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിന്റെ ഒരു പ്രത്യേക സമയത്ത് ലഹരിയെ ആനന്ദമായി ഒരാവേശമായി കൊണ്ടു നടന്നപ്പോ ഒരായുഷ്കാലം മുഴുവൻ അതിന്റെ കെടുതികൾ ആ കുടുംബം മുഴുക്കെ അനുഭവിച്ച് തീർക്കുകയാണ്. മാതാപിതാക്കൾക്ക് പല അസുഖങ്ങളുമുണ്ട്. ആ അസുഖങ്ങൾക്കിടക്ക് തന്റെ മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് ജോലി ചെയ്ത് സമ്പാദിച്ച് കുടുംബം പോറ്റേണ്ട സമയത്ത് വീണ്ടും പ്രായം ചെന്ന മാതാപിതാക്കൾ ഈ മക്കളെയും കൊണ്ട് ഇത്തരത്തിൽ അഡിക്ഷൻ ക്യാമ്പിലൂടെ കറങ്ങി നടക്കുകയാണ്. ഇങ്ങനെ ഓരോ നാട്ടിലും ലഹരി എന്നല്ല പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ വിരുദ്ധമായ, രാഷ്ട്രവിരുദ്ധമായ, കുടുംബ വിരുദ്ധമായ, വ്യക്തിത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളിലേക്ക് ടീനേജ് യൂത്ത് ബ്രെയിൻ വാഷ്ഡായി കൊണ്ടിരിക്കുന്നു എന്നത് പരമയാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം ലഹരി ഗ്യാങ്ങുകൾ മുളച്ചുകൊണ്ടാൻ കാരണം? എന്തുകൊണ്ടാണ് ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് റിസർച്ച് ഓൺ ലൈഫ് സയൻസ് എന്ന് പറയുന്ന അഥവാ ആരോഗ്യ രംഗത്ത് 5 വർഷത്തിന് ശേഷം ഒരാളുടെ ശരീരത്തിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്നത് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് 5 വർഷത്തിന് ഇപ്പുറം അതിന്റെ ട്രീറ്റ്മെന്റ് ആരംഭിക്കാൻ കഴിയുന്ന വൈദ്യശാസ്ത്ര മേഖലയാണ് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിരുന്നു. കഴുത്തിൽ ഒരു ഞരമ്പ് ചെക്ക് ചെയ്താൽ ആ മനുഷ്യന്റെ ഭാവിയിൽ
അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് തെളിയിക്കാനും കണ്ടെത്താനും കഴിയും. കിഡ്നിയുടെ ക്രയാറ്റിൻ വേരിയേഷൻ അനുസരിച്ച് കിഡ്നി ഫെയിലർ ഏത് വർഷത്തിൽ ഇന്ന വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഡയഗ്നോസിസ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ഒരു കാലത്താണ് കണ്ണൂരിൽ നിന്ന് 11 വയസ്സുള്ള ഒരു പെൺകുട്ടി മന്ത്രവാദത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നത്. ആ കുടുംബത്തിലുള്ള പല അംഗങ്ങളും ഇതേ രൂപത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ വാർത്ത കേൾക്കുക. ഒരു ഭാഗത്ത് ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളും ചിന്താധാരകളും, മറുഭാഗത്ത് ലഹരിയുടെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് മൊബൈലിൽ തന്നെ ഒരു തരം ലഹരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പോർണോഗ്രഫിക്ക് അടിപ്പെട്ടുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സാക്ഷരതയുള്ള സദാചാര ബോധമുള്ള ഒരു ലൈംഗിക ജീവിതം നയിക്കാൻ പറ്റാത്ത അധപ്പതനത്തിന്റെ അവസ്ഥയിലേക്ക് ന്യൂജൻ യൂത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച നമ്മുടെ മീഡിയകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ ആത്മഹത്യയിൽ തന്റെ ഭർത്താവ് ലൈംഗിക വൈകൃതത്തിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ നിർബന്ധിച്ചിരുന്നു, ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നത് കേസ് ഡയറിയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ആളുകൾക്ക്, ചെറുപ്പക്കാർക്ക് ജീവിതത്തെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് യഥാസമയത്ത് ക്യാമ്പസുകളിൽ നിന്നും അങ്ങാടികളിൽ നിന്നും സോഷ്യൽ മീഡിയകളിൽ നിന്നും കൊടുക്കുന്നിടത്ത് ഒരു നവോത്ഥാന സംരംഭം പരാജയപ്പെടുന്നു. അതിന്റെ ഭീതിജനകമായ അനുരണനങ്ങളാണ് ഈ പറഞ്ഞ പ്രചാരത്തിലൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബരംഗങ്ങളിൽ, ഇസ്ലാഹി കുടുംബങ്ങളിൽ പോലും, മുഅ്മിൻ കുടുംബങ്ങളിൽ പോലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ആശാവഹമല്ല. കാരണം സാമൂഹ്യ ബോധമുള്ള, രാഷ്ട്രബോധമുള്ള, ഹസ്ബുനല്ലാഹ് എന്നതിന്റെ സാമൂഹിക ആവിഷ്കാരം ചിന്തോദീപകമായി നിർവഹിക്കാൻ കഴിയുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി, അതിന്റെ നന്മ, ആസ് എ റിസോഴ്സ് പേഴ്സൺ ഞാൻ ഈ രാജ്യത്തിന്റെ, ഈ സമൂഹത്തിന്റെ, എന്റെ കുടുംബത്തിന്റെ, എന്റെ മഹലിന്റെ, എന്റെ നാടിന്റെ ഒരു റിസോഴ്സ് പേഴ്സൺ ആണ്. ഒരു മുസ്ലിം ഒരു നാടിന്റെ റിസോഴ്സ് പേഴ്സൺ ആയിരിക്കണം എന്നതിനെ കുറിച്ച് അജ്ഞരാണ് മിക്ക യുവാക്കളും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനേക്കാൾ സൗന്ദര്യമുള്ള ഒരു മതം ഈ ലോകത്തില്ല. സൗദി സ്കോളറായിട്ടുള്ള ഡോക്ടർ നാജി അർഫാജ് അദ്ദേഹത്തിന്റെ ഹാവ് യു ഡിസ്കവർഡ് ഇറ്റ്സ് റിയൽ ബ്യൂട്ടി, അതിന്റെ യഥാർത്ഥ സൗന്ദര്യം നീ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന ലളിതമായ കൊച്ചു ഇംഗ്ലീഷ് പുസ്തകത്തിൽ ഇസ്ലാമിന്റെ വ്യത്യസ്തതകളെ വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ വ്യത്യസ്തതകൾ മനോഹരമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. യൂറോപ്യൻ സിസ്റ്റേഴ്സ്, യൂറോപ്യൻ സഹോദരിമാരുടെ ചുണ്ടുകളിൽ നിന്ന് പറയുന്ന പുസ്തകമുണ്ട്. നായമാവിയ റോബർട്ട് എലിക്ക് ഫ്രാൻസിൽ നിന്നും, ഹോളണ്ടിൽ നിന്നും, ബെൽജിയത്തിൽ നിന്നും, ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെ ഇസ്ലാം സ്വീകരിച്ച പെൺകുട്ടികളെ പരിചയപ്പെടുത്തുകയാണ്. പെൺകുട്ടികൾ അവരുടെ ഇസ്ലാം അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മേച്ചിൽപ്പുറങ്ങളില്ല, പക്ഷേ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇസ്ലാം നൽകുന്ന വിധിവിലക്കുകൾ അത് ഞങ്ങൾ സുരക്ഷിതത്വമുള്ളവരാണ്. മണിക്കൂറുകൾക്കിടക്ക് മനുഷ്യന്റെ മനസ്സ് മാറിപ്പോകുമ്പോ പടച്ചറപ്പുമായുള്ള മുനാജാത്ത് എന്ന നമസ്കാരത്തിലൂടെ വീണ്ടും ഈമാനിന്റെ തഖ്വയുടെ തസ്ബീഹത്തിന്റെ എനർജി സമ്പാദിക്കുന്ന സവിശേഷമായ സമാഗമമാണ് ഇസ്ലാമിലെ നമസ്കാരം. ഒരു വിശ്വാസി ഒരു സമൂഹത്തിൽ സംഘടിതമായ ദൗത്യ നിർവഹണത്തിന്റെ ബാധ്യതയെ നിർവഹിക്കാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ദിവസങ്ങൾക്കിടക്ക് കടന്നു വരുന്ന ജുമുഅ. പതറിപ്പോകുന്ന മനസ്സിനെ ആത്മീയതയുടെ പരിശീലന പാഠശാലയിലിട്ട് മെരുക്കിയെടുക്കുന്ന ഒരു മാസക്കാലയളവിലെ റമളാനാകുന്ന ഉപവാസം, വിശ്വമാനവികതയുടെ വിളംബരം നൽകുന്ന പരിശുദ്ധ ഹജ്ജ് കർമ്മം, ഇസ്ലാമിലെ അനുഷ്ഠാന കർമ്മങ്ങളും വിധിവിലക്കുകളും വളരെ കൃത്യമായി ശാരിഅായ അഥവാ ഈ നിയമം നിർദ്ദേശിച്ചു തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ പ്രകൃതിക്ക് ഇണങ്ങുന്ന വിധത്തിലാണ് ഇതൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് ഇസ്ലാമിന്റെ മൗലിക വിഷയങ്ങളായ വിശ്വാസ വിഷയത്തിന്റെ വ്യതിരിക്തതയെ കുറിച്ച് നമ്മൾ മനസ്സിലാകുന്നില്ല. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നത് വഴി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കാൻ പഠിക്കണം. അല്ലാഹുവിനെ സ്നേഹിക്കണം.
അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. ഈ സംഗമത്തിന് വരുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും അവനവന്റെ ഡ്രസ്സ് ധരിച്ചിട്ടാണ് വരുന്നത്, അല്ലെ? ആരും നമുക്ക് ഷർട്ട് ധരിപ്പിച്ചു തന്നിട്ടില്ല, വസ്ത്രം ധരിപ്പിച്ചു തന്നിട്ടില്ല. സ്ട്രോക്ക് ബാധിച്ച് ഒരു ഭാഗം കുഴഞ്ഞ ആളുകളെ നിങ്ങൾ വിസിറ്റ് ചെയ്യണം. 4 ചുവരുകൾക്കുള്ളിൽ അകപ്പെട്ട് ആകാശവും ആളുകളെയും വർഷങ്ങളായി കാണാതെ തള്ളി നിൽക്കുന്ന കിടപ്പിലായ രോഗികളെ പാലിയേറ്റീവിലെ ഹോം കെയർ വാഹനത്തിൽ ഒരു ദിവസത്തെ വളണ്ടിയറായി ഒരു പഞ്ചായത്തിനകത്ത് നിങ്ങൾ സന്ദർശനം നടത്തി കഴിഞ്ഞാൽ ഒരു പിടി കിടപ്പിലായ മാറാ രോഗികളെയും പക്ഷാഘാതം സംഭവിച്ചവരെയും നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ കഴിയും. 1 മണിക്കൂർ എടുത്ത് അവർക്ക് ഒരു ഷർട്ട് ധരിക്കേണ്ടി വരും. വലതുഭാഗം തളർന്നതുകൊണ്ട് ഇടത്തെ കൈകൊണ്ട് വലത്തെ കൈ പിടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന, കണ്ണീർ പൊഴിക്കുന്ന രംഗം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. പാലിയേറ്റീവിന്റെ വളണ്ടിയർ ഇന്ന് വന്നു കഴിഞ്ഞാൽ എന്റെ അച്ഛൻക്ക് അല്ലെങ്കിൽ എന്റെ അമ്മക്ക് അല്ലെങ്കിൽ എന്റെ സഹോദരന് അല്ലെങ്കിൽ എന്റെ സഹോദരിക്ക് ഇന്ന് കുളിക്കാൻ കഴിയും. ആഴ്ചയിൽ ഒരിക്കൽ പാലിയേറ്റീവിന്റെ വളണ്ടിയേഴ്സിന്റെ കുളിപ്പിക്കൽ കാത്തിരിക്കുന്ന രോഗികൾ നമ്മുടെ സാമൂഹിക പരിസരങ്ങളിലുണ്ട്. നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ വരെ അന്തി ഉറങ്ങിയിരുന്ന വീടില്ല, വീട് പൊളിച്ചു നീക്കാൻ തുടങ്ങിയിരിക്കും. ചേതനയറ്റ മൃതദേഹത്തിന്റെ മുകളിൽ ഫോട്ടോഗ്രാഫർ ആർത്തനാദം കൊണ്ട് അട്ടഹസിക്കുന്ന രംഗം നമ്മൾ കണ്ടു. ലക്ഷദ്വീപ് എന്ന് പറയുന്ന കിലോമീറ്ററുകൾ മാത്രമുള്ള മണൽക്കൂരയിലെ പാവപ്പെട്ട മനുഷ്യരുടെ നിലവിളികൾ നമ്മൾ കേട്ടു. ജന്മനാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട റോഹിംഗ്യ മുസ്ലിമീങ്ങളുടെ പിക്ചർ നമ്മുടെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞു. സിറിയയിലെയും പലസ്തീനിലെയും യമനിലെയും ഒക്കെ പേക്കോലങ്ങൾ നമ്മൾ ആഗോളം കണ്ടു. ഇങ്ങനെ ആഗോളതലത്തിലും ദേശീയ തലത്തിലും നമ്മുടെ ചുറ്റുപാടിലും നടന്നുകൊണ്ടിരിക്കുന്ന പല സംഗതികളെ കുറിച്ച് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യം എന്ന അനുഗ്രഹം, ആയുസ് എന്ന അനുഗ്രഹം, സമ്പത്ത് എന്ന അനുഗ്രഹം, ചിന്ത എന്ന അനുഗ്രഹം, ഓട്ടിസം ബാധിച്ച കുഞ്ഞുമായി ഉമ്മയോ അമ്മയോ കല്യാണ പന്തലിലേക്ക് പോകുന്ന സമയത്ത് ഇമവട്ടാതെ ആളുകൾ ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് സിമ്പതി അവിടെ ഉണ്ടാക്കും, സഹതാപതരംഗം ഉണ്ടാക്കും. ആ ഉമ്മയുടെ കുട്ടി എത്ര പ്രയാസമാണ് അവർക്ക് എന്ന്. ആ കുട്ടിയുടെ അടുത്ത് ചെന്നുകൊണ്ട് ആ കുട്ടിയെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉമ്മ നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോളൂ, നിങ്ങൾ കഴിച്ചു വരുന്നത് വരെ ഈ കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന എമ്പതി, സഹാനുഭൂതിയുടെ ഉന്നതമായ ചിന്തകൾ അഥവാ സഹാനുഭൂതിയുടെ പ്രവർത്തനങ്ങൾ സാമൂഹിക രംഗങ്ങളിൽ നിലനിൽക്കണം. ആ രംഗങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തനിക്ക് പടച്ചറപ്പ് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ കാമ്പും കാതലും തിരിച്ചറിയാനും അങ്ങനെ സത്താവിന് നന്ദി പ്രകാശിപ്പിക്കേണ്ട മേഖലകളിലേക്ക് മാത്സ്യബുദ്ധിയോടെ ഇറങ്ങിത്തിരിക്കുവാനും വളരെ കുറഞ്ഞ കാലയളവിൽ ഏതെങ്കിലും ഒരു സമയത്ത് ടർപ്പിൽ വെച്ച് സൈലന്റ് അറ്റാക്ക് ബാധിച്ച് ഈ ലോകത്തോട് വിട പറയുമ്പോ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്ട്രോക്ക് ബാധിച്ചുകൊണ്ട് എതിരെ വരുന്ന വാഹനത്തോട് ഇടിച്ച് ആക്സിഡന്റ് സംഭവിച്ച് ഈ ലോകത്തോട് വിട പറയേണ്ടി വരുമ്പോ നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ കോശങ്ങൾ വന്ന് അത് ഫോർത്ത് സ്റ്റേജ് എത്തിയിട്ടുണ്ട് എന്ന് റിസൾട്ട് കൊടുത്തപ്പോൾ റിസൾട്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഇനി 6 മാസത്തിലധികം താങ്കൾക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന റിപ്പോർട്ട് കയ്യിലേക്ക് വരുമ്പോൾ പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ലഭിച്ച സന്മാർഗത്തെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി അനശ്വരമായ അനന്തമായ അലംഘനീയമായ പരലോക ജീവിത വിജയത്തിന് വേണ്ടി സൽക്കർമ്മങ്ങളുടെ പാഠ്യം ഒരുക്കുന്നവർക്ക് മംഗളം. അതാണ് ദീനീ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് പ്രതീക്ഷയായി തീരണം. നമ്മുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിന് പ്രതീക്ഷയായി തീരണം. നമ്മുടെ സാന്നിധ്യവും പ്രവർത്തനവും നമ്മുടെ രാജ്യത്തിനും നാടിനും മഹലിനും പ്രതീക്ഷയായി തീരണം. ഹസ്ബുനല്ലാഹ്, അല്ലാഹു ഞങ്ങൾക്ക് മതി, സമാധാനം എമ്പാടും നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സത്താവായി ആരാധ്യനായി തിരിച്ചറിഞ്ഞ ഒരു മുസ്ലിമിന്റെ സമാധാനം പകുത്തു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിയണം. അതിന് ജീവിതം പടച്ചവന് സമർപ്പിക്കണം.
അത് സമർപ്പിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹ് നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹത്തിന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയണം. 2 വർഷത്തെ കോവിഡ് കാല ജീവിതവും 1-2 വർഷങ്ങളിലായി കടന്നു വന്ന പ്രളയവും നിപ്പ വൈറസും ഒക്കെ ജീവിതത്തിന്റെ ഭിന്ന മുഖങ്ങളെ ആവാൻ പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കേണ്ടി വരികയാണ്, അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനില്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായില്ലയോ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മനസ്സിൽ ഭക്തി വർദ്ധിപ്പിക്കാൻ സമയമായില്ലയോ? ചോദിക്കുക. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മനസ്സിൽ ഭക്തി വർദ്ധിപ്പിക്കാൻ സമയമായില്ലേ? അത് ഇനിയും സമയമായില്ല എന്ന് നമുക്ക് പറയാൻ പോകുന്നതിന്റെ കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ മനസ്സിലാക്കിയത്. ഒരു മുസ്ലിം കുടുംബത്തിൽ, ഒരു മുജാഹിദ് കുടുംബത്തിൽ ജനിച്ചു എന്നതിലുപരി ഇസ്ലാമിന്റെ ഐഡിയോളജിയും തിയോളജിയും, വൺനെസ് ഓഫ് ദ ഗോഡ്, ദൈവത്തിന്റെ ഏകത്വം, ദൈവിക വിശ്വാസത്തിന്റെ അനിതര സാധാരണ നിമിഷങ്ങൾ, ആവശ്യകത, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അത് ചിന്തിക്കാനുള്ള വകുപ്പ് നമുക്കുണ്ടായില്ല. കാരണം അന്ധവിശ്വാസത്തിന്റെയും ആത്മീയ ചൂഷണത്തിന്റെയും അകപ്പാടുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നില്ല. എല്ലാവരും ചാണകത്തിൽ മുങ്ങിക്കളിക്കുകയാണ് ചില ആളുകൾ. ചാണകത്തിൽ മുങ്ങി തേച്ച് കുളിക്കുക. അത് കാണുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. എല്ലാവരും അവർക്ക് അതിൽ നിന്ന് എന്തൊക്കെയോ സാഹിത്യം അടയുകയാണ്. പക്ഷെ നമുക്കത് വളരെ മോശമായി തോന്നുകയാണ്. എന്തൊരു വിശ്വാസമാണ്! ഞാൻ ചെന്നുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന രംഗങ്ങൾ, ചില മൂല്യന്മാരുടെ പ്രസംഗങ്ങൾ കണ്ടില്ല. പാലത്തിന്റെ അടിയിൽ നിന്ന് കലങ്ങിയ വെള്ളം എടുത്ത് കൊടുത്തപ്പോ പാൽച്ചായ ആയി മാറി. വലിയ പ്രഭാഷണ സദസ്സുകൾക്ക് നേതൃത്വം കൊടുത്തിട്ട് പറയുമ്പോൾ തക്ബീർ മുഴക്കാനുള്ള ആളുകളുണ്ട്. ബുദ്ധി പണയം വെച്ചിരിക്കുകയാണ്, മതബോധം പണയം വെച്ചിരിക്കുകയാണ്. നമുക്കത് കേൾക്കുമ്പോൾ ചിരി വരും. കാരണം എന്താ? നമ്മൾ അനുഭവിക്കുന്ന സന്മാർഗത്തിന്റെ പ്രബുദ്ധത അത്ര മുകളിലാണ്. ഇവിടെ മറ്റ് ഇതര മതവിശ്വാസങ്ങളും നമ്മുടെ പ്രസ്ഥാനമല്ലാത്ത ഇതര പ്രസ്ഥാനങ്ങളും ഇതര പണ്ഡിതന്മാരും ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതം കൂടുകയാണ്, ആശങ്കപ്പെടുകയാണ്. പിന്നെ നമ്മുടെ ഹിദായത്തിന്റെ വെളിച്ചവും ഗാംഭീര്യവും അതിന്റെ ചരിത്രപരതയും പ്രാമാണികതയും പ്രായോഗികതയും കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ സമാധാനം കൊള്ളിക്കുകയാണ്. പി അബ്ദുറഹ്മാൻ അൻസാരി, സെയ്ദ് മൗലവി രണ്ടത്താണിയുടെ മകൻ പി അബ്ദുറഹ്മാൻ അൻസാരി, 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തുൽ കുർസി, ആ ആയത്തുൽ കുർസി കവിതാ രൂപത്തിൽ അതിന്റെ കാവ്യാത്മക രൂപം വിശദീകരിച്ച് അർത്ഥം പറയാം. ആ അർത്ഥം പറയുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കുന്ന നാഥൻ ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി എന്ന് പറയുന്ന സമയത്ത് ആരാണ് ആ അല്ലാഹ് എന്നതിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയുകയാണ്, മനോഹാരിത മനസ്സിലാക്കുകയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആയത്തുൽ കുർസി അറിയാത്തവരാണ്. പക്ഷെ ആയത്തുൽ കുർസി ഉറങ്ങുന്ന സമയത്ത് പാരായണം ചെയ്യുന്ന എത്ര അയ്യസമുകാരുണ്ട്? ആയത്തുൽ കുർസി ഓരോ നമസ്കാരത്തിന് ശേഷവും പാരായണം ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? ആയത്തുൽ കുർസി പാരായണം ചെയ്തിട്ട് ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടക്കാതിരിക്കാനുള്ള കാരണം, സ്വർഗത്തിന്റെ അനുഭൂതി അവർക്ക് ആസ്വദിക്കാൻ കഴിയാത്തതിന്റെ കാരണം അവൻ മരിച്ചിട്ടില്ല എന്നാണ് ഹദീസ്. അയ്യസമുകാരല്ലേ, പ്രബുദ്ധ ഇസ്ലാഹി തലമുറയിൽപ്പെട്ട ആളുകളിലെ നമ്മൾ ക്ലബ് ഹൗസുകളിലും യൂട്യൂബുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഓഫ്ലൈനിലും ഓൺലൈനിലും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എക്സ് മുസ്ലിംസ്, മതനിരാസ ചിന്തകൾ, യുക്തിവാദ ചിന്തകൾ നമ്മുടെ മനസ്സും ചിന്തയും ദൈക്ഷണികതയും പലയിടങ്ങളിൽ കയറിയിറങ്ങി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് മുമ്പേ ബോധ മനസ്സിനോടും ഉപബോധ മനസ്സിനോടും പടച്ചറപ്പിന്റെ അസ്തിത്വത്തെ മനോഹരമായി ശക്തമായി വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താകുന്ന ആയത്തുൽ കുർസി ഓടിക്കേൾപ്പിക്കണം. അത് ഉറക്കത്തിന്റെ മുമ്പ് നിർവഹിക്കാൻ പറ്റില്ല. കാലം മാറി, ലോകം മാറിയിട്ടുണ്ട്. പല രൂപത്തിലുള്ള ചിന്താഗതികളിലൂടെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ യഖീനുള്ള വിശ്വാസം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർക്കുന്ന ഹസ്ബുനല്ലാഹ് എന്നതൊരു പദഘടന മാത്രമല്ല, മറിച്ച്
അതൊരു ജീവിത പദ്ധതി കൂടിയാണ്, ഒരാശയ പ്രപഞ്ചം കൂടിയാണ്. എന്റെ ജീവിതത്തെ മുച്ചൂടും നിയന്ത്രിക്കുന്ന വിശ്വാസത്തിന്റെ പേരാണ് അള്ളാഹുവുമായുള്ള ബന്ധം എന്ന് പറയുന്നത്. അതിനാ അള്ളാഹിനെ തിരിച്ചറിയണം. അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം അവർ കണക്കാക്കിയിട്ടില്ല. അത് കണക്കാക്കാൻ സാധിക്കാത്തത് അള്ളാഹിനെ പരിചയപ്പെടുത്തുന്ന ആയത്തുകളുമായി നമുക്ക് ബന്ധമില്ല, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ചരിത്രവുമായി നമുക്ക് ബന്ധമില്ല, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളുമായി നമുക്ക് ബന്ധമില്ല. ഒരു ഇമാമുണ്ട്, ഒരു ഖുർആൻ പ്രീച്ചർ കൂടിയാണ്, ഫഹദ് കന്ദരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വിശുദ്ധ ഖുർആൻ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് നോളജുകൾ അദ്ദേഹത്തിന്റെ ദഅവ പ്രവർത്തനങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. വിശുദ്ധ റമദാനിന്റെ 3 വർഷത്തെ സീസണുകളിലൂടെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇന്ന ആയത്തുകൾ കൊണ്ട് സ്വാധീനിക്കപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ച 90ഓളം ആളുകളെ പരിചയപ്പെടുത്തുക, ഗൈഡഡ് ബൈ ഹോളി ഖുർആൻ. അറബിയിൽ ഇസ്തദൈതുൽ ഖുർആൻ എന്ന അടിസ്ഥാനത്തിൽ, ഇംഗ്ലീഷിൽ ഗൈഡഡ് ബൈ ഹോളി ഖുർആൻ. വിശുദ്ധ ഖുർആൻ കൊണ്ട് ഞങ്ങൾക്ക് സന്മാനത്തെ തണലിൽ എത്തിയെന്നാണ്. ചങ്ങനാശ്ശേരി സ്റ്റേറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത യൂസുഫ് എസ്റ്റേറ്റ്സുമായിട്ട് അഭിമുഖമുണ്ട്. ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയറിന്റെ ഭാര്യ സഹോദരി സാറാ ബൂത്തുമായി അതിൽ അഭിമുഖ സംഭാഷണം നടത്തുന്നുണ്ട്. ഹോളണ്ടിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന ഒരു സഹോദരൻ വിശുദ്ധ ഖുർആനിലെ ആയത്തിനാൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇസ്ലാം അനുഭവങ്ങൾ വിശദീകരിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്താണ് കൂടുതൽ അഭേദ്യമായി തോന്നിയതെന്ന് ചോദിക്കുമ്പോൾ 96-ാം അധ്യായം സൂറത്തുൽ അലക്കിലെ അവസാന ഭാഗത്തുള്ള അസ്ജുദ് വഖ്തരി, സാഷ്ടാംഗം നമിച്ച് പടച്ചറബിലേക്ക് അടുക്കണം, താൻ ഉയർത്തിപ്പിടിക്കുന്ന തല സത്താവിന്റെ മുമ്പിൽ നമിച്ചുകൊണ്ട് ആ സത്താവിലേക്ക് കൂടുതൽ അടുക്കണമെന്ന സൂത്രം എന്റെ മനസ്സിൽ വല്ലാതെ സ്വാധീനം ചെലുത്തിയെന്ന് മനുഷ്യൻ പറയുന്നുണ്ട്. പോലീസ് ഓഫീസർ 90ഓളം ആളുകളെ പരിചയപ്പെടുത്തുകയാണ്. അതേപോലെ ഫഹദ് കന്ദരി കഴിഞ്ഞ റമദാൻ സീസൺ അടക്കം വിശുദ്ധ ഖുർആനും സയൻസും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെ അനലൈസ് ചെയ്തുകൊണ്ട് തസ്ബീഹത്തും തർബിയത്തും തൗഹീദും ഈമാനും യഖീനും ഉണ്ടാക്കുന്ന ഒരുപാട് സംഗതികൾ പ്രൊവൈഡ് ചെയ്തുകയാണ് പ്രബോധിത സമൂഹത്തിന് മുന്നിലേക്ക്. യുക്തിവാദിയായ ജബ്ബാറും നെറ്റ്വർക്ക് ഡയറക്ടർ MM അക്ബർ സാഹിബ് അവര് സംവാദം നടന്നപ്പോ വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം അറബികൾക്ക് 6-ാം നൂറ്റാണ്ടിൽ അറബികൾക്ക് പരിചയമില്ലാത്ത വല്ല ആധുനിക ശാസ്ത്ര ശാഖയോടും ഏതെങ്കിലും തരത്തിൽ വെളിച്ചം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരൊറ്റ സൂക്തമാണ് ഉദാഹരണമായിട്ട് എടുത്തത്. നമ്മൾ ചിന്തിച്ചുപോയി, അത്ഭുതപ്പെട്ടുപോയി. അങ്ങനെ ഒരു സൂക്തത്തിന് അത്തരത്തിലുള്ള അർത്ഥഗർഭമായ ആശയ കലവറ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അതെങ്ങനെയാ? കണ്ണാനല്ല അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ടേ കാണാവൂ, മുന്നിൽ കാണും മികവല്ലതിനും പിന്നിലെ അറിവേ നേരാവും. കണ്ണുകൊണ്ട് മാത്രം വായിച്ചാൽ പോരാ, പുതിയ കാലത്ത് കൽബ് കൊണ്ട് വായിക്കണം, ഹൃദയം കൊണ്ട് വായിക്കാൻ കഴിയണം. അത് വായിക്കാൻ കഴിയുമ്പോൾ താരകളും ഈ മണ്ണും തീർത്തവനമാകോ, വാർമഴവിലും മീലക്കുടയും നെയ്യുവിരിച്ചവനമാകോ, കണ്ണാലില്ല അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ടേ കാണാവൂ. കണ്ണാലല്ല, അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ട് കാണാം. ആ അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ട് സെയ്ദ് മൗലവി രണ്ടത്താണിയുടെ മകൻ പി അബ്ദുറഹ്മാൻ അൻസാരി ആയത്തുൽ കുർസി ഇങ്ങനെ വിശദീകരിച്ചു. അപ്പോഴാണ് പൂജാമുറിയിലോ ചില്ലിന്റെ കൂട്ടിലോ ബന്ധിതനല്ലല്ലോ എന്റെ ദൈവം, ബന്ധിതനല്ലല്ലോ എന്റെ ദൈവം, വാനവും ഭൂമിയും പ്രവിശാലമായൊരു സാമ്രാജ്യ സാരഥി എന്റെ ദൈവം, സാമ്രാജ്യ സാരഥി എന്റെ ദൈവം. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളും ഭൂമിയും അടക്കി ഭരിക്കുന്ന സത്താണ്. ഏതെങ്കിലും ചിത്രങ്ങളുടെ മുമ്പിലല്ല നമ്മൾ നമിക്കുന്നത്. ഏലസല്ല, ഐക്കല്ലല്ല, പൊടിയല്ല, മുടിയല്ല, ചാറങ്ങളല്ല, ബിംബങ്ങളല്ല, സത്യസായിബാബയല്ല, മാതാ അമൃതാനമയ്യല്ല, അരിശുക്കും അറബിയില്ലാത്ത, മരണമില്ലാത്ത, മയക്കമില്ലാത്ത, എല്ലാം കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന സർവേശ്വരനായ അല്ലാഹുവിൽ വിശ്വസിക്കാനും ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മീയതക്കും സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ഗുണം നൽകുന്ന വിധത്തിലുള്ള ഒരു ദർശനം നൽകിയിട്ട് അതിന്റെ പ്രയോക്താക്കളും പ്രബോധകരും പ്രതിനിധികളുമായി തീരാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ ആരെ കാത്തിരിക്കുകയാണ്?
കാലാതിവർത്തിയായ ഏത് ദർശനത്തിന് നമ്മൾ കാത്തിരിക്കുകയാണ്. അന്ധവിശ്വാസ പ്രചാരണത്തിന് വേണ്ടി, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി, വർഗീയ വിഷം വമിപ്പിക്കുന്നതിന് വേണ്ടി ഔസർമുട്ടുകൊണ്ട് തൃശൂലവും നേടിക്കൊണ്ട് നടക്കാൻ ഇവിടെ ആളുകൾ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ടിട്ട് ഒരു ടീമുണ്ട് എന്നുണ്ടെങ്കിൽ, ചാണകത്തിൽ മുങ്ങിക്കുടിക്കാൻ ഇവിടെ ഒരു ടീമുണ്ട് എങ്കിൽ, ജാലങ്ങളിലേക്കും മക്കബറകളിലേക്കും യാത്ര തിരിക്കാനും അതിന് ഓശാന പാടാൻ ഇവിടെ ആളുകളുണ്ട് എങ്കിൽ, പ്രായോഗികമല്ലാത്ത, ചരിത്രപരമല്ലാത്ത, പ്രാമാണികമല്ലാത്ത സംഗതികൾക്ക് പിന്നിൽ ആയിരങ്ങൾ അണിനിരക്കുന്നു എങ്കിൽ, നമ്മൾ പ്രതിനിധീകരിക്കുന്ന ദൈവവിശ്വാസത്തിന്റെ അതുല്യത ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്തിൽ പറഞ്ഞതുപോലെ വൈലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ദൈവം ഏകനായ ദൈവമാണ്. ഏകം സതിപ്ര ബഹുദാവതന്തി. ഋഗ്വേദവും സാമവേദവും അഥർവേദവും യജുർവേദവും ബൈബിളും തോറയും സബൂറും ഇഞ്ചീലും വിശുദ്ധ ഖുർആൻ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മുൻഗാമികളായ സർവ്വ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത നിത്യസത്യം സത്യപ്പെടുത്തിക്കൊണ്ടാണ് വേദഗ്രന്ഥത്തിന്റെ ഫൈനൽ റവല്യൂഷനായ വിശുദ്ധ ഖുർആനിന്റെ അവതരണം. ആ വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിലും മനുഷ്യ ബുദ്ധിക്കും മനുഷ്യ ദിശണക്കും അനുയോജ്യമായി തീരുന്ന ഏകമാനവികതയുടെ ഏകദൈവ വിശ്വാസം പരിചയപ്പെടുത്തുകയാണ്. ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രൈസ്തവന്റെയും ജൈനമതക്കാരന്റെയും മതനിഷേധിയുടെയും ഒക്കെ സത്താവ് ഒന്നാണ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. വർഗീയതയില്ലാത്ത വിശ്വാസം പരിചയപ്പെടുത്തുകയാണ്. ആർക്കും മുമ്പിലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിയുന്ന വിശ്വാസം പരിചയപ്പെടുത്തുകയാണ്. എല്ലാ മനുഷ്യരുടെയും ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തത്തിന്റെ നിറം ചുവപ്പാക്കിയ സത്താവിനെ പരിചയപ്പെടുത്തുകയാണ്. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ വിശാലയുള്ള സൂര്യന സംവിധാനത്തിന്റെ സത്താവ്, ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ നിർണയിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സത്താവ്. എവിടെയും എത്ര ഓതനിക്കാണ്, എത്ര ക്ലിയറാണ്. ഇസ്രായേലിൽ നിന്ന് ക്രൈസ്തവ സംഘം വന്നിട്ട് ദൈവത്തിന്റെ ഡെഫിനിഷൻ ചോദിച്ചപ്പോ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇത്ര സിമ്പിളായി ദൈവത്തിന്റെ നിർവചനം ഈ ലോകത്ത് മുസ്ലിം മതവിശ്വാസികൾക്കല്ലാതെ മറ്റാർക്കാ പറയാൻ കഴിയും? ട്രിനിറ്റി, ത്രിയേകത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈസ്തവ ലോകത്തിന്റെ പ്രയാസങ്ങൾ നോക്കുന്നു. അഹമ്മദ് ദീദാത്ത് ജാക്കിർ നായിക്കിന്റെ ടീച്ചറാണ്. അഹമ്മദ് ദീദാത്ത് ലോകത്തെ ചലഞ്ച് ചെയ്തത് വെല്ലുവിളിച്ചത് ഉത്തരമട്ടിപ്പോയി. ജാക്കിർ നായിക്കിന്റെ സംവാദങ്ങൾ വില്യം ക്യാമ്പലുമായി അമേരിക്കയിൽ ചിക്കാഗോയിൽ വെച്ച് നടന്ന 2000 സംവാദത്തിൽ ഖുർആൻ ആൻഡ് ബൈബിൾ ഇൻ ദ ലൈറ്റ് ഓഫ് സയൻസ്, വില്യം ക്യാമ്പൽ എന്ന് പറയുന്ന മനുഷ്യൻ വിശുദ്ധ ഖുർആനിൽ വൈവിധ്യമുണ്ട്, ശാസ്ത്രവിരുദ്ധതയുണ്ട് എന്ന് പ്രചണ്ഡമായ പ്രകടനം നടത്തിയപ്പോൾ അവിടുത്തെ ഇസ്ന എന്ന് പറയുന്ന ഇസ്ലാമിക് സർക്കിൾ ഓഫ് നോർത്ത് അമേരിക്ക ജാക്കിർ നായിക്കിനെ ഗസ്റ്റായി കൊണ്ടുവന്നുകൊണ്ട് പബ്ലിക് ഡയലോഗ് സംഘടിപ്പിച്ചു. വില്യം ക്യാമ്പൽ ജാക്കിർ നായിക്കും ഖുർആൻ ആൻഡ് ബൈബിൾ ഇൻ ദ ലൈറ്റ് ഓഫ് സയൻസ്, ഖുർആൻ ബൈബിളും ശാസ്ത്ര വീക്ഷണത്തിൽ. വില്യം ക്യാമ്പലിന്റെ സർവ്വ തെറ്റിദ്ധാരണക്കും ജാക്കിർ നായിക്ക് മറുപടി പറഞ്ഞ് ബൈബിളിലെ ശാസ്ത്രവിരുദ്ധ പരാമർശങ്ങളിൽ എണ്ണി പറഞ്ഞു. വില്യം ക്യാമ്പൽ ആ സംവാദത്തിൽ സമ്മതിക്കുകയാണ്, ബൈബിളിൽ വൈവിധ്യങ്ങളുണ്ട്, ഖുർആനിൽ ഉണ്ടാവില്ല. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിശ്വാസത്തിൽ ഉണ്ടാവില്ല. 4-ാം അധ്യായം സൂറത്തുൽ നിസായിലെ 82-ാം സൂക്തത്തിൽ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, നിങ്ങളുടെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കാത്തത് അതിൽ ഞാൻ പടച്ച റബ്ബിന്റെ സവിധത്തിൽ നിന്നല്ല അവതരിക്കപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് അതിൽ കോൺട്രഡിക്ഷൻസ്, വൈവിധ്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു എന്ന്. വൈവിധ്യങ്ങളില്ല. വിശുദ്ധ ഖുർആൻ മനുഷ്യരാശിക്ക് മുമ്പാകെ പഠിപ്പിക്കുന്ന വിശ്വാസം കൊണ്ട് ഒരു സമൂഹത്തിന് നേട്ടമേ ഉണ്ടാവുകയുള്ളൂ. ദൈശനികമായി, ആത്മീയമായി, ചിന്താപരമായി ഒരു സമൂഹം ഉയർത്തെഴുന്നേറ്റ് നിൽക്കും. ആരുടെ മുമ്പിൽ തലകുനിക്കേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ സത്താവിന്റെ മുമ്പിൽ മാത്രം തലകുനിക്കാൻ പഠിപ്പിക്കുന്ന ദർശനം, ആ ദർശനത്തിൽ പഠിപ്പിക്കപ്പെട്ട ദൈവവിശ്വാസത്തിന്റെ ഭാഗമായി തീർന്നു കഴിഞ്ഞാൽ ലാ ഇലാഹ പരമകാരുണ്യനും കരുണാനിധിയുമായ ദൈവമല്ലാതെ നിങ്ങൾക്കൊരു ദൈവമില്ല. പരമകാരുണ്യനും കരുണാനിധിയുമായ ദൈവമല്ലാതെ നിങ്ങൾക്കൊരു ദൈവമില്ല. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഹസ്ബുനല്ലാഹ്, അള്ളാഹു ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത്, സ്നേഹത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, കാരുണ്യത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അള്ളാഹു അള്ളാഹു സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണെങ്കിൽ, പൊറുക്കുന്നവനാണെങ്കിൽ, പരമകാരുണ്യകനാണെങ്കിൽ, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അനുഗ്രഹങ്ങൾ നൽകുന്നവനാണെങ്കിൽ, മതേതരത്വത്തെ ഊട്ടിയുറപ്പിക്കാൻ, മതേതര ചിന്ത പ്രസരിപ്പിക്കാനും പ്രചരിപ്പിക്കുവാനും
ഇസ്ലാമിനോളം, ഇസ്ലാമിക് തിയോളജിയോളം, ഇസ്ലാമിക ദൈവവിശ്വാസത്തോളം ഉയർന്നു നിൽക്കാനും പ്രായോഗികത പഠിപ്പിക്കാനും പറ്റുന്ന ഒരു ചിന്താധാരയുണ്ട്. അള്ളാഹുവിന്റെ വിശ്വാസം തന്നെ മതേതരത്താണ്, ജനങ്ങളെ ഉൾക്കൊള്ളലാണ്. വലഖദ് കർറംനാ ബനി ആദം, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിന്റെ ഏത് കൽപ്പനയും നമ്മൾ ശിരസ വഹിക്കുകയാണ്. ആദം സന്തതികളെ അള്ളാഹ് ആദരിച്ചിരിക്കുന്നു. ആദം സന്തതികളിൽ എല്ലാ മനുഷ്യരും അല്ലെ? നാഷണൽ ഇന്റഗ്രിറ്റിയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സംഘം ദേശീയോദ്ഗ്രഥനം. കാരണം ഇന്ത്യക്കാർ ആസ് എ ഇന്ത്യൻ സിറ്റിസൺ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് എന്ന ഒരു ദേശീയോദ്ഗ്രഥന ചിന്ത എന്തേ നമ്മളിൽ, എന്തേ മനുഷ്യരിൽ ഉണ്ടാകാത്തത് എന്ന് ആലോചിക്കുന്നിടത്തെ ഇസ്ലാം ഇടപെടുക. കാരണം വലഖദ് കർറംനാ ബനി ആദം, ഞങ്ങൾ വിശ്വസിച്ച അല്ലാഹു ഞങ്ങളോട് പറഞ്ഞത് ജാതിയോ മതമോ രാഷ്ട്രീയമോ നിറമോ അതിർത്തിയോ നോക്കാതെ സർവ മനുഷ്യരെയും അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. അള്ളാഹ് ആദരിച്ച മനുഷ്യരെ ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് അനാദരിക്കാനുള്ള അവകാശം ആർക്കുമില്ല, അല്ലെ? ആർക്കുമില്ല. ഇത് പ്രഘോഷണം ചെയ്യപ്പെടട്ടെ, ഇത് ജനഹൃദയങ്ങൾ ഏറ്റെടുക്കണ്ടേ. ഇവിടെ ഹലാലും ഹറാമും ചർച്ച ചെയ്യുമ്പോൾ, നാർക്കോട്ടിക് ജിഹാദ് ചർച്ച ചെയ്യുമ്പോൾ, ലവ് ജിഹാദ് ചർച്ച ചെയ്യുമ്പോൾ, യുവാക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുമ്പോ, ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിനെ നിങ്ങൾ പരിചയപ്പെടുത്തി നോക്കൂ, പരലോകത്ത് നിങ്ങൾ പരിചയപ്പെടുത്തി നോക്കൂ. അള്ളാഹുവിനെ ഒരു മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൈകൾ അവനിലുണ്ടായി തീരുകയാണ്. ഒന്ന്, തന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി കടന്നു വന്നാലും സമാധാനത്തിന്റെ മാർഗമായി, സന്മാർഗമായി പടച്ചറബിലുള്ള വിശ്വാസം എന്റെ കൂടെ ഉണ്ട്. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, എനിക്കെന്റെ റബ്ബുണ്ട്, വരമേൽപ്പിക്കാൻ ഉന്നതനാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ കണ്ണോടിക്കുമ്പോ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിൽ എത്തുമ്പോ പ്രവാചകന്മാർ എന്ന അധ്യായത്തിൽ 15ലധികം പ്രവാചകന്മാരെ ചർച്ച ചെയ്ത സൂറത്തുൽ അംബിയാ വായിക്കുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ കോവിഡാകട്ടെ, പരീക്ഷണമാകട്ടെ, സാമ്പത്തിക ഞെരുക്കമാകട്ടെ, സന്താന സൗഭാഗ്യ ഇല്ലായ്മയാകട്ടെ, ജീവിതത്തിന്റെ ഏതൊക്കെ പ്രയാസങ്ങളിലും മനസ്സംഘർഷങ്ങളിലും അതിജീവനത്തിന്റെ ആദർശ പാഠങ്ങൾ മുൻഗാമികളായ പ്രവാചകന്മാരിലൂടെ പകുത്തു നൽകുകയാണ് സൂറത്തുൽ അംബിയാ. സൂറത്തുൽ അംബിയാ പടച്ചറബിൽ വിശ്വസിക്കുന്നതോടുകൂടെ കിട്ടുക. 10 വർഷത്തിലധികം രോഗം ബാധിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വായിക്കുമ്പോ ഏതൊക്കെ രോഗം വന്നു കഴിഞ്ഞാലും നീയാണ് കാരുണ്യം ചെയ്യുന്നവരിൽ അങ്ങേറ്റം കരുണ ചെയ്യുന്നവൻ. സന്താന സൗഭാഗ്യം ഇല്ലാതെ വരുമ്പോ അംബിയായിൽ സഖിയാ നബിയുടെ ചരിത്രം വായിക്കുക. എന്നെ നീ തനിച്ചാക്കി വിടരുത് എന്ന് യഹ്യാ നബിയെ നൽകിക്കൊണ്ട് അല്ലാഹു സുവിശേഷം അറിയിക്കുകയാണ്. സമുദ്രമാകുന്ന ഇരുട്ട്, മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ട്, ഇരുട്ടിന്റെ മേൽ ഇരുട്ടിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന കൽബും കണ്ണും ഓടിക്കുന്ന സമയത്ത് ആ ഇരുട്ടിന് സമാനമായ ആധുനിക കാലഘട്ടത്തിലെ വ്യത്യസ്ത പരീക്ഷണ ഇരുട്ടുകൾക്ക് നടക്കാൻ പക്ഷേ എന്റെ നാഥൻ എന്നെ സഹായിക്കും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഫറോവയും കൂട്ടരും പിന്നിൽ നിന്ന് വരുമ്പോ മുന്നിൽ കടലാൻ പ്രബോധിത സമൂഹം ചോദിക്കുകയാണ്, ആരാണ് നമ്മെ സഹായിക്കുക, നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ചോദിച്ച മക്കളില്ല. ഇന്ന മഅയ റബ്ബി ഹുവ സയഹ്ദീനി, വേണ്ട, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. അതാണ് ശുഭാപ്തിവിശ്വാസം. അവർക്കൊക്കെ ആ പ്രവാചകന്മാരൊക്കെ ഹസ്ബുനല്ലാഹ് എന്നതൊരു കഥാവലിയാക്കി തീർക്കാതെ ആദർശത്തിന്റെ ആവിഷ്കാരമാക്കി തീർത്തു. ജീവിതത്തിന്റെ നിർണായക നിസ്സഹായ നിമിഷങ്ങളിൽ ഹസ്ബുനല്ലാഹ് എന്നത് അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. കയ്യിലുള്ള വടി കടലിലടിക്കാൻ പറഞ്ഞ് വഴിത്താര സൃഷ്ടിക്കപ്പെട്ട് രക്ഷപ്പെടുന്ന കാഴ്ചകൾ വിശുദ്ധ ഖുർആൻ വെറുതെ പഠിപ്പിക്കുകയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസം അഖീദ നമ്മുടെ ഗൂഢമൂലമാക്കണം. അത് യഖീൻ സ്ഥിരതയുള്ളതാക്കി തീർക്കണം. അതിലൂടെ ജീവിതത്തിൽ അതിജീവനം ഉണ്ടാക്കണം. അതിന്റെ കൂടെ തന്നെ അല്ലാഹുവിലാണ് ഞാൻ വിശ്വസിച്ചത് എന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിലെ 89-ാം അധ്യായം സൂറത്തുൽ ഫജ്റിലെ 14-ാം സൂക്തം സദാ നമ്മുടെ ഓർമ്മയിൽ മനോമുകുരത്തിൽ ഉണ്ടാകണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ റബ്ബ് സദാസമയം നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിലൂടെ പടച്ചറബുമായുള്ള ബന്ധത്തിലൂടെ സമാധാനം നേടിയെടുക്കാൻ സാധിച്ചാൽ അതിന്റെ കൂടെ തന്നെ ഉണ്ടാകേണ്ടതാണ് പടച്ചറബിനെ ഏത് സമയത്തും സർവാത്മന പൂർണ്ണമായി സമർപ്പിക്കാനുള്ള ഒരു മനസ്സുകൂടി നേടിയെടുക്കുക. തിന്മ വരുമ്പോ, അധാർമികത വരുമ്പോ, അശ്ലീലതകൾ വരുമ്പോ, ആഭാസങ്ങളും അക്രമങ്ങളും അരുതായ്മകളും കടന്നു വരുന്ന സമയത്ത് നിന്റെ റബ്ബ് നിന്നെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ റബ്ബിന്റെ കാഴ്ചയെ കവച്ചു വെച്ച് എനിക്കൊന്നും ഈ ലോകത്ത് ചെയ്യാൻ സാധ്യമല്ല എന്ന തഖ്വയായി, സൂക്ഷ്മതയായി, ധർമ്മനിഷ്ഠയായി, സദാചാര ബോധമായി അല്ലാഹു എന്ന ഓർമ്മ നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ജീവിതത്തിൽ
അങ്ങനെ ശുഭാവിശ്വാസം ഉണ്ടാകും. ഒന്ന്, ഞാൻ തെറ്റ് ചെയ്യുന്നില്ല. രണ്ട്, എല്ലാം പടച്ചറപ്പിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്ത് പ്രതിസന്ധി രാഷ്ട്രീയ രംഗത്തും സ്വത്വ രംഗത്തും സാമൂഹിക രംഗത്തും കുടുംബ രംഗത്തും ഏത് വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയും. കാരണം പടച്ചറപ്പുമായുള്ള എന്റെ ബന്ധം സുതാര്യമാണ്, എന്റെ ബന്ധം സുന്ദരമാണ്. ഞാൻ അള്ളയും തമ്മിൽ അങ്ങനെയാണ്. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ റബ്ബ് എന്നെ പരിഗണിച്ചിരിക്കും എന്ന് പറയുന്നിടത്തേക്ക് അള്ളാഹു നമ്മളും തമ്മിലുള്ള ബന്ധം മാറ്റിക്കഴിഞ്ഞാൽ ആത്മീയതയുടെ ഉന്നതമായ ആനന്ദം അനുഭവിക്കാൻ കഴിയും. ആ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നു വരുന്ന ആളുകൾക്കാണ് അർശിന്റെ തലയിൽ നാം പറഞ്ഞത്. അതിനുവേണ്ടിയാണ് ദഅ്വ പ്രവർത്തനം, അതിനുവേണ്ടിയാണ് സംഘടനാ പ്രവർത്തനം, അതിനുവേണ്ടിയാണ് ഒരുമിച്ചിരിക്കൽ. ഒരു സമൂഹത്തിന് ആവശ്യമുള്ള സർവ്വ നന്മകളും സ്വായത്തമാക്കിക്കൊണ്ട് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും സമൂഹത്തിന്റെ അസഹിഷ്ണുതകളെ കുറിച്ചും അസ്വസ്ഥതകളെ കുറിച്ചും ജീർണതകളെ കുറിച്ചും ആലോചിച്ച് തനിക്ക് പടച്ചറപ്പ് നൽകിയിട്ടുള്ള കാഴ്ച കൊണ്ടും കാഴ്ചപ്പാടുകൊണ്ടും എങ്ങനെ ജീവിക്കുന്ന ചുറ്റുപാടിൽ ധാർമ്മികതയുടെയും സദാചാര ബോധത്തിന്റെയും പടച്ചറപ്പിനെ കുറിച്ചുള്ള ചിന്തകൾ മനുഷ്യ മനസ്സിൽ അങ്കുരിപ്പിക്കാമെന്ന ആലോചന നമ്മെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഈ ലോകത്ത് ഇത്രയും കാലം ജീവിച്ച് ഞാൻ എന്ത് ചെയ്തു? ആധാർക്കും ദിയാർക്കും എന്റെ കാൽപ്പാടുകൾ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മയ്യത്ത് നമസ്കരിക്കാൻ എത്ര സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കും? പള്ളിക്കാട്ടിൽ വന്നുകൊണ്ട് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ ചൊല്ലാൻ എത്ര ആളുകൾ ഉണ്ടായിരിക്കും? ഞാൻ മരിച്ചു വീണാലും കൊണ്ടും സംഘടനാ സദസ്സുകളിൽ എന്നെ കുറിച്ച് ഓർത്ത് കണ്ണീർ പൊഴിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര സദസ്സുകൾ ഉണ്ടായിത്തീരും? അതിനുവേണ്ടി എന്താണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ് എനിക്ക് നിർവഹിക്കാനുള്ളത് എന്ന് നമ്മൾ ആവർത്തിച്ച് ആലോചിച്ചുകൊണ്ടേ ഇരിക്കണം. അതിനുള്ള ഓപ്പർച്യൂണിറ്റി, അതിനുള്ള തുറന്ന അവസരമാണ് തീർച്ചയായും സംഘടന നമുക്ക് നൽകുന്നത്. വ്യക്തിപരമായ നമ്മുടെ വളർച്ച, സാമൂഹികമായ നമ്മുടെ വളർച്ച, രാഷ്ട്രീയമായ നമ്മുടെ വളർച്ച, സദാചാരപരമായ നമ്മുടെ വളർച്ച, ധാർമ്മികമായ നമ്മുടെ നിലനിൽപ്പ് നല്ല സൗഹൃദ ബന്ധങ്ങളിലൂടെ നടക്കും. പഠന മികവ് കൊണ്ട് ഉയർന്ന സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ സംഘടനാ സൗഹൃദങ്ങൾ നമുക്ക് വഴിയൊരുക്കും. നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ സംഘടനാ സൗഹൃദങ്ങൾ വഴിയൊരുക്കും. നന്മയുള്ള ചിന്ത കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെയുള്ള മതസമൂഹവും മതേതര സമൂഹവും ജനാധിപത്യ സമൂഹവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പിടി നന്മകൾക്ക് ഒരു നൂറ്റാണ്ട് കാലമായി മലയാള മണ്ണിൽ നവോത്ഥാനത്തിന്റെ മൊഴിമുത്തുകൾ വിതറിക്കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാർക്ക് സാധിക്കും. നമ്മുടെ കയ്യിലാണ് ഈ റാന്തൽ, നമ്മുടെ കയ്യിലാണ് ഈ വെളിച്ചം. ആ വെളിച്ചത്തെ തെളിച്ചമുള്ളതാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അതിൽ നിന്ന് ആത്മീയത ആഗോളം നുകരുക എന്നതിന് വേണ്ടി നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ ഊർജ്ജസ്വലരാക്കി തീർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുമായുള്ള ബന്ധത്തെയും ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പടപ്പുകളോട് നിർവഹിക്കേണ്ട ബാധ്യതകളെയും ഒക്കെ ഭംഗിയോടെ, ഭക്തിയോടെ, ഉത്തരവാദിത്ത ബോധത്തോടെ, അറിവിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫല പ്രതീക്ഷയോടെ നിലനിർത്തിക്കൊണ്ട് നിർവഹിക്കാൻ കഴിയുന്നവരെ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഒരുമിച്ചുകൂടൽ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഈ നാദാപുരത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തൗഹീദിന്റെ മാനവിക നന്മ, ഏക മാനവികതയിലേക്ക് നയിക്കുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പ്രദോഷനം, അതേപോലെ തന്നെ അനിസ്ലാമിക അനാചാരങ്ങളിൽ നിന്ന് ആചാരത്തിന്റെയും ഇസ്ലാമിക സ്വത്വബോധത്തിന്റെയും ഒക്കെ ഏറ്റവും ഉന്നതമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് വൈജ്ഞാനികമായും വിശനാപരമായും കർമ്മപരമായും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ കായത്തിൽ നിർവഹിക്കുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് കൂട്ടായ്മകളിലൂടെ അല്ലാഹുവേ ഒരു തണലും ലഭിക്കാത്ത കാലത്ത് സമയത്ത് നിന്റെ അർശിന്റെ തണൽ മാത്രം ലഭിക്കുന്നിടത്ത് ആ തണൽ അനുഭവിക്കാൻ പാകത്തിലുള്ള സൽക്കർമ്മമായി ഞങ്ങളുടെ അധ്വാനത്തെ ദീനീ ദഅവ ക്ഷേമ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണമെന്നാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നീ റിസൾട്ട് ഉണ്ടാക്കി തീർക്കണമെന്നാണ്. ഫലപ്രദമായ കാലോചിതമായിട്ടുള്ള പ്രവർത്തന പദ്ധതികളുമായി ഒരു സമൂഹത്തിന്റെ മുന്നിൽ നടക്കാൻ ഞങ്ങൾക്ക് നീ പ്രാപ്തി നൽകണമെന്നാണ്. ഹലാലായ അനുവദനീയമായ ഞങ്ങളുടെ സ്വപ്നങ്ങളെ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, പഠന മേഖലകൾ, കച്ചവടങ്ങളിൽ, ജോലി അല്ലാഹുവേ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണമെന്നാണ്. അസഹിഷ്ണുതകളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന്, പീഡിതമാകുന്ന അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെയും ഈ സമൂഹത്തെയും സമുദായത്തെയും രക്ഷപ്പെടുത്തണമെന്നാണ്. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, പണ്ഡിതന്മാർ, വേണ്ടപ്പെട്ടവർ അല്ലാഹുവേ അവർക്കൊക്കെ നീ
മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥാ. അല്ലാഹുവേ, നിന്നിലുള്ള വിശ്വാസം കൊണ്ട്, ശുഭാപ്തി വിശ്വാസത്തിലൂടെ, തവക്കുലിലൂടെ തൗഹീദി ബോധം നിലനിർത്തുവാനും നിന്നെക്കുറിച്ച് ഓർമ്മ കൊണ്ട്, നിന്നെക്കുറിച്ച് ഓർത്തുകൊണ്ട് സർവ്വ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും സാധിക്കുന്ന തസ്ബീഹത്തും ഞങ്ങൾക്ക് നീ നൽകണമേ നാഥാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع